टू माय चैनल ഇന്ന് ക്ലാസ് 7ലെ ഇത്നെ ഊഞ്ചെ ഉഠോ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആണ് ചെയ്യുന്നത്. ബിഫോർ സ്റ്റാർട്ടിംഗ് മൈ വീഡിയോ, ഇഫ് യു വാണ്ട് മോർ വീഡിയോസ് പ്ലീസ് റൈറ്റ് വിച്ച് ക്ലാസ്, ചാപ്റ്റർ നമ്പർ ആൻഡ് ചാപ്റ്റർ നെയിം ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ ക്ലാസ് തുടങ്ങാം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് എക്സസൈസിൽ ഫസ്റ്റ് വൺ ഈസ് കവിതാ ബോധ്. അതിൽ इन प्रश्नों के उत्तर दो മൗഖികാണ്. മൗഖിക് പറഞ്ഞാൽ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനാണ്. ഓക്കെ. സംസാർ കിൻ ജ്വാലാओं में जल रहा है. എന്തൊക്കെ കാരണങ്ങളാണ് അല്ലെങ്കിൽ അഗ്നികളാണ് ഈ ലോകത്ത് ഉള്ളത്? संसार जातिभेद, धर्मवश और रंग द्वेष की ജ്വാലാओं में जल रहा है. ജാതി, മതം, ധർമ്മം അല്ലെങ്കിൽ കാസ്റ്റ്, ക്രീഡ്, കളർ എല്ലാം കൊണ്ട് ഒരു അതാണല്ലോ ലോകത്ത്. കവിത മേ കിൻ ബന്ധനോ കോ തോടനെ കി ബാത് കഹി ഹെ. എന്തൊക്കെ ബന്ധനകൾ അല്ലെങ്കിൽ ചങ്ങലകളാണ് പൊട്ടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കവിത മേ പുരാനി പരമ്പരാओं की ബന്ധനോ കോ തോടനെ കി ബാത് കഹി ഗയി. അതായത് പഴയ കാലത്തെ അതേ റിച്വൽസ് ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അതിലത്തെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തോട്ട്സ് ആൻഡ് അതിൽ ശരിയാവില്ല, അത് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, യുഗ് കി नई मूर्ति रचना का क्या अर्थ है? അപ്പോൾ ന്യൂ മൂർത്തി രചന, ന്യൂ സ്റ്റാച്യൂയുടെ മീനിങ് എന്താണ് ശരിക്കും? യുഗ് കി നയി മൂർത്തി രചന പറഞ്ഞാൽ യുഗ് കാ പുനർനിർമ്മാൺ. യുഗ് കി നയി മൂർത്തി, പുതിയ സ്റ്റാച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ തോട്ട്സ് ആൻഡ് ന്യൂ കാര്യങ്ങൾ ചെയ്യാനാണ് യുഗ്. ഈ പുതിയ യുഗത്തിൽ ജനറേഷൻ വരുന്നവർക്ക് പുതിയ ന്യൂ തോട്ട്സ് അതിനെക്കുറിച്ചിട്ടാണ് ഇത് പറയണത്. കവിത को याद करे और സസ്വർ ഗായെ. ലേൺ ആൻഡ് റിസൈറ്റ് പോയം വായിക്കൂ, എന്നിട്ട് ട്യൂണിൽ പാടാനൊക്കെ ശ്രമിക്കൂ. നെക്സ്റ്റ് ലിഖിതാണ്. ज्वालाओं से जलते जग में मलय पवन की तरह बहने का क्या तात्पर्य है? जिस प्रकार मंद मंद बहने वाली शीतल हवा तपन को शांत करती है और उसी प्रकार हम भी नए विचारों से जाति भेद, रंग द्वेष आदि जैसे विचारों की तपन में शीतलता प्रदान करे. പോയമിൽ വായിച്ച പോലെ മലയപ്പവന്ന് ശീതൽ ഹവ, കോൾഡ് ആൻഡ് കൂൾ കാറ്റ് വരുമ്പോൾ മനസ്സും ശരീരമൊക്കെ നല്ല ഫ്രഷ് ആവണ പോലെയാണ് ഇവിടെയും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാസ്റ്റ്, ക്രീഡ്, കളർ ആ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫ്രഷ്നെസ് കൂടുതൽ വരും. മൗലികത ഓർ സൃജൻ കാ ക്യാ സംബന്ധ ഹെ? മൗലികത പറയുമ്പോൾ ബേസിക് ഫണ്ടമെൻ്റൽസ് ആൻഡ് സൃജൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി. അത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഒരു കണക്ഷൻ? मौलिक विचार से ही उत्तम रचना बनती है. किसी की नकल करे कुछ भी कर सकते हैं, लेकिन मौलिक विचारों से ही सृजन कार्य संभव है. അപ്പോൾ മൗലിക് ബേസിക് ഫണ്ടമെൻ്റൽ തിങ്സ് അല്ലെങ്കിൽ നമ്മളുടെ ബേസിക് ക്യാരക്ടറാണ് മെയിൻ ഉള്ള കാര്യങ്ങൾ. ഓക്കെ. അത് അല്ലാണ്ട് ആരെങ്കിലും കോപ്പി ചെയ്തിട്ട് അവരിങ്ങനെ ചെയ്തു അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ള രീതിയല്ല. അല്ലാണ്ട് നമ്മളുടേതായ ഒരു രീതിയിൽ ക്രിയേറ്റിവിറ്റി വന്നു കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് ആവണത്. കവി അതീത് സേ കിസ് പോഷക് കോ ലേനെ കി ബാത് കഹ രഹാ ഹൈ. അതായത് പാസ്റ്റ് എന്നൊന്നും കൊണ്ടുവരരുതെന്ന് നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഇതിൽ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? कवि अपनी अतीत से वह पोषक लेने की बात कर रहा है जो हमारी सभ्यता और संस्कृति से जुड़ा हुआ हो और जो हमारी प्रगति में സഹായക് ഹോ. അതായത് എല്ലാ പഴയ കാര്യങ്ങളും നമ്മൾ വിട്ടിട്ട് വരാനല്ല പറയുന്നത്. എന്താണ് നമ്മളുടെ കൾച്ചറിനെ, എന്താണ് നമ്മളുടെ ട്രഡീഷനെ ഇപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റണത്, വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ അവർ ഡെവലപ്മെൻറ്റ്, എന്താണ് അതുകൊണ്ട് ഡെവലപ്പ് ആവുന്നത്, അതാണ് നമ്മൾ കൊണ്ടുവരണം എന്നാണ് കവി പറയണത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സമാജ് മേ പരിവർത്തൻ കേസെ ആയേഗ? അതായത് സൊസൈറ്റിയിൽ ചേഞ്ചസ് ഒക്കെ എങ്ങനെയാണ് വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സമാജ് മേ പരിവർത്തൻ നയി വിചാരോं से आएगा. नई सोच वाले प्रगतिशील युवाओं के प्रयासों से संसार के रूढ़िवादी परंपराओं की जकड़न से मुक्त होगा. संसार में परिवर्तन की ऐसी सुंदर धारा बहेगी कि धरती स्वर्ग जैसी സുന്ദർ ഹോ ജായേഗി. അതായത് സൊസൈറ്റിയിൽ ചേഞ്ചസ് വരണമെങ്കിൽ സൊസൈറ്റിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ തോട്ട്സ് കൊണ്ടുവരണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും യുവാവും അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ യൂത്ത്സ് ആണ് വിചാരിക്കേണ്ടത്. അവരുടെ ഒരു ട്രൈ അല്ലെങ്കിൽ അവർ കോशिश ചെയ്താലേ അതൊക്കെ വരുള്ളൂ. ആൻഡ് संसार के रूढ़िवादी परंपराओं, അതായത് പഴയ കാലത്തെ ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ് ഉണ്ടല്ലോ, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ മാറ്റിയിട്ട് വേണം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. എന്നാലേ സൊസൈറ്റിയിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. അടുത്ത ഭാഗം ഭാഷാജ്ഞാനാണ്.
അതിൽ ഫസ്റ്റ് വൺ ഈസ് ദിയേ ഗയേ ശബ്ദോं के पर्यायवाची, അതായത് സെയിം മീനിങ്സ് ഉള്ളതാണ്. ധര ധർത്തി, ആകാശ് ഗഗൻ, संसार दुनिया, वायु पवन, ठंडा शीतल, वर्षा वृष्टि. അടുത്തത് വിലോം ശബ്ദ് പറഞ്ഞ ഓപ്പോസിറ്റ്സ്. സ്വർഗ് നരക്, കുരൂപ് സുരൂപ്, ആകർഷൻ വികർഷൻ, നൂതൻ പുരാതൻ, ജീവൻ മരൺ അല്ലെങ്കിൽ മൃത്യു, സമത വിഷമത, വർത്തമാൻ अतीत, मौलिक कृत्रिम. नेक्स्ट तद्भव शब्दों के तत्सम रूप. सूरज सूर्य, चांद चंद्रमा, ऊंचा उच्चा, हाथ हस्त, दुनिया विश्व, गांव ग्राम. नेक्स्ट दिए गए शब्दों से विशेषण बनाइए. विशेषण बनाइए डिस्क्राइबिंग वर्ड. चिंतन चिंतित, प्रवाह प्रवाहित, रचना रचित, स्वर्ग स्वर्गीय, आकर्षण आकर्षित, गति गतिमान और गतिशील. അടുത്തത് इन संज्ञा शब्दों के लिए विशेषण कविता से चुनकर लिखे. അതായത് വേർഡ്സ് സംഖ്യാ ശബ്ദം ഉണ്ടാവും, നൗൺ വേർഡ്സ് ഉണ്ടാവും ഈ ഇങ്ങനത്തെ. അതിനെ എങ്ങനെയാണ് കവിതയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്? അക്ഷർ നൂതൻ നൂതൻ അക്ഷർ, ജഗ് ജലത്തെ, गगन उठा, प्रवाह शाश्वत, रूप सलोना, സത്യ ചിരന്തൻ. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ്. ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സസൈസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ പ്ലീസ് കമൻറ്റ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.